നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ 5ാമത്തെ വിഭവം നമ്മളിവിടെ ഉണ്ടാക്കുകയാണ്. അടപ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ അടപ്രഥമൻ പായസത്തിലേക്ക് കിടക്കാൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് അടപ്രഥമൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു 200 ഗ്രാം SN അരിയട നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മുന്തിരി, നെയ്യ്, അണ്ടിപ്പരിപ്പ്, കൊട്ടത്തേങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചുക്ക്, ജീരകം, പിന്നെ 1-ാം പാല്, 2-ാം പാല്, ഇത്രയും സംഭവം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കര ഇടാം. ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ടാണത്. നമുക്ക് ശർക്കര ഇടാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, അത് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് നമുക്കത് ശർക്കര ഉരുക്കിയെടുക്കാം. ഇനി നമ്മൾ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരിയട നമുക്കതിലേക്കിടാം. ഇട്ടിട്ട് അതൊന്ന് വേവിക്കണം നമുക്ക് വെള്ളത്തിൽ. നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അത് ഒന്ന് വേവിക്കാം. നമുക്ക് ശർക്കരയൊക്കെ ഉരുകിയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വേവിച്ച അട നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ആ ശർക്കരയിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് അട നന്നായിട്ടൊന്ന് വേവട്ടെ. പായസത്തിലേക്ക് നമ്മൾ 2-ാം പാല് ഒഴിക്കുകയാണ്. നമ്മൾ 2-ാം പാല് ഒഴിച്ച് നന്നായിട്ടത് തിളച്ച് കുറുകി വറ്റെ. നമ്മൾ 3 പാലെടുക്കുന്നില്ല, എടുത്തിട്ടില്ല. നമ്മൾ 2 പാലെടുത്തിട്ടുള്ളൂ. അപ്പോൾ 2-ാം പാലൊന്ന് തിളച്ച് വറ്റെ. നന്നായിട്ട് തിളച്ച് കുറുകി വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഘട്ടത്തിലേക്ക് നമുക്ക് എടുക്കാം. നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ഒഴിച്ചിട്ടൊന്ന് ഇളക്കാം. നമുക്കധികം ഇതാവേണ്ട. നമുക്ക് നന്നായിട്ട് ഇളക്കാതെ നമ്മൾ അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പായസത്തിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് ഇളക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ, അതുപോലെ തന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ നമുക്ക് വറുത്തിടാം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ നമുക്ക് അതിലേക്കിടാം. ഇനി നമുക്ക് അതിലേക്ക് ഏലക്കാപ്പൊടി നമുക്കിടാം. എന്നിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കാതെ നമുക്ക് അതിലേക്ക് ലേശം ജീരകപ്പൊടി ഇടാം. നമുക്ക് ലേശം ചുക്കുപൊടി ഇടാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നന്നായിട്ട് ഇളക്കാം. നമുക്കത് ഇളക്കി യോജിപ്പിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം. നമ്മൾ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അമൂലിൻ്റെ പശുവിൻ്റെ നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി അത് നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ച കൊട്ടത്തേങ്ങ നമുക്ക് അതിലേക്കിടാം. നമ്മൾ കൊട്ടത്തേങ്ങ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മൂക്കട്ടെ, ബ്രൗൺ കളറാവണം നമുക്ക്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പിടാം. ഇനി അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവട്ടെ. ഇനി നമുക്ക് അതിലേക്ക് മുന്തിരി ഇടാം. എൻ്റെ മുന്തിരിയും കൂടെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടിട്ട് പായസത്തിലേക്ക് അത് വറുത്തത് നമുക്കിടാം. ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നന്നായിട്ട് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് യോജിക്കട്ടത്. എന്തായാലും നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അടപ്രഥമനാണ് ഇത്. നിങ്ങൾ ഈ ഓണക്കാലത്ത് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻ്റൊക്കെ ഈ വീഡിയോൻ്റെ താഴെ പോസ്റ്റ് ചെയ്യണം. ഇനി കൂടാണ്ട് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് തിരുവോണ ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ ഈ ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാം അവസാനിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇന്ന് ഞങ്ങളൊരു മത്സരം ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഇന്ന് തിരുവോണ ദിനത്തിൽ ഇടുന്ന 5 വീഡിയോന് അതിന് ലൈക്കും കമൻറ്റും യൂട്യൂബിലും ഫേസ്ബുക്കിലും പോയി ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് അതിൻ്റെ എല്ലാത്തിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ PM-ലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ വാട്സാപ്പ് ഗ്രൂപ്പിലോ പോസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് ബമ്പർ സമ്മാനം നമ്മൾ നൽകുന്നതാണ്. അത് 1ാം സമ്മാനം ഗോൾഡ് കോയിനാണ്. 2ാം സമ്മാനം നമ്മുടെ മഹാലക്ഷ്മിയുടെ ഗോൾഡ് പൂശിയ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുന്നു. ഇനിയും നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വിഭവങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കൽ നിർത്തുന്നില്ല. ഇനി നമ്മൾ തുടരുകയാണ്. ഇനി നമ്മുടെ ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇന്നോടുകൂടി അവസാനിക്കുകയാണ്. നാളെ ഇനിയും ഒരു നല്ലൊരു വിഭവമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ നന്ദി, നമസ്കാരം. ഏവർക്കും തിരുവോണാശംസകളോടെ. സ്വർണ്ണ തിളക്കത്തിൽ ഇഴചേരുന്ന മലയാളത്തിന്റെ സ്വന്തം പാരമ്പര്യം. ഭോപ്പാലിലെ മലയാളികൾക്കായി 2003 മുതൽ വിശ്വാസ്യതയുടെ പൊൻതിളക്കമായി മാറിയ നഗരത്തിലെ ആദ്യത്തെ മലയാളി ജ്വല്ലറി കേരള ഗോൾഡ് പാർക്ക്. തൃശൂരിന്റെ തനത് കരവിരുതിൽ തീർത്ത 100% HUID സർട്ടിഫൈഡ് 916 സ്വർണ്ണാഭരണങ്ങൾ. വിവാഹങ്ങൾക്കും മറ്റാഘോഷങ്ങൾക്കുമായി പരമ്പരാഗത കേരള ഡിസൈനുകളുടെയും ആധുനിക ന്യൂ ജനറേഷൻ ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളുടെയും അപൂർവ ശേഖരം. കേരള ഗോൾഡ് പാർക്ക്, LGF 25, മെട്രോ പ്ലാസ, ബിറ്റാൻ മാർക്കറ്റ്, ഭോപ്പാൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0755 423 5955. കേരള ഗോൾഡ് പാർക്ക്, പരിശുദ്ധതയോടെ എന്നും മലയാളിക്കൊപ്പം.